നമസ്കാരം. മലയാളം SCRT ചാനലിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ ചട്ടിപ്പത്തിരി എന്ന പാഠം. അടുക്കള അമ്മമാരുടെ മാത്രം ഇടമാകുന്നതെങ്ങനെയെന്ന് കഴിഞ്ഞ പാഠത്തിൽ നാം കണ്ടുകഴിഞ്ഞു. ഇനി മറ്റൊരടുക്കളയിലേക്ക് പോകാം. ചട്ടിപ്പത്തിരി. അദ്രമാൻ പിയാപ്പിള വൈകുന്നേരം തന്നെ സാമാനങ്ങളൊക്കെ വരുത്തിച്ചു. പിറ്റേന്നു രാവിലെ ചട്ടിപ്പത്തിരിയുടെ ഇതിഹാസം ആരംഭിക്കുന്നു. ആരാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്? അദ്രമാൻ പിയാപ്പിള അല്ലേ? എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ചട്ടിപ്പത്തിരി. അടുത്ത ദിവസം ചട്ടിപ്പത്തിരിയുടെ ഇതിഹാസം ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഇതിഹാസം? ഇതിഹാസം എന്ന് കേട്ടിട്ടില്ലേ? രാമായണവും മഹാഭാരതവും നമ്മുടെ ഇതിഹാസ ഗ്രന്ഥങ്ങളാണ് അല്ലേ? തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതും സംഭവ പരമ്പരകളാൽ മഹത്തായ ആശയങ്ങൾ ഉപദേശിക്കുന്നവയുമായ കഥാകാവ്യങ്ങളാണ് ഇതിഹാസങ്ങൾ അല്ലേ? അതുപോലെയുള്ള സംഭവ പരമ്പരകൾ, ചട്ടിപ്പത്തിരിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഭവ പരമ്പരകൾ അടുത്ത ദിവസം അരങ്ങേറാൻ പോകുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാങ്ങിയ സാധനങ്ങളൊക്കെ എണ്ണി നോക്കേണ്ടതാണ്. ഏറെ കുട്ടികളുള്ള പുരയാണ്. കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും. വാങ്ങിയ സാധനങ്ങളൊക്കെ, അതായത് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ കൃത്യമായ അളവിലും തൂക്കത്തിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. നോക്കാതിരിക്കാൻ വയ്യ. കാരണം ധാരാളം കുട്ടികളുള്ള സ്ഥലമാണ്, കുട്ടികളുള്ള വീടാണ്. അവർക്കിഷ്ടമുള്ള സാധനങ്ങൾ എവിടെ കണ്ടാലും അവർ എടുക്കും. അത് മറ്റാവശ്യങ്ങൾക്കുള്ളതാണ് എന്നൊന്നും ചിന്തിക്കില്ല. അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ച് എണ്ണി നോക്കുകയാണ്. 2 റാത്തൽ ഗോതമ്പപ്പൊടി, 30 കോഴിമുട്ട, 1/2 റാത്തൽ വെള്ള കിസ്മിസ്, 1/2 റാത്തൽ കസ്കസ്, 1/4 റാത്തൽ ബദം, 1/2 റാത്തൽ നല്ല പശുവിൻ നെയ്യ്, 1/2 റാത്തൽ പഞ്ചസാര, 5 ഉറുപ്പിക തൂക്കം ഏലത്തിരി, 1/4 കുപ്പി പനിനീർ, എല്ലാം കണക്ക് പോലെ ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ആവശ്യമാണ് അല്ലേ? റാത്തൽ എന്നുള്ളത് ഒരു തൂക്കമാണ്. നമ്മളിപ്പോൾ കിലോ എന്നൊക്കെ പറയുന്നത് പോലെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന തൂക്കമാണ്, അളക്കാൻ ഉപയോഗിച്ചിരുന്ന തൂക്കമാണ് റാത്തൽ. അപ്പോൾ ഒരു റാത്തൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഏകദേശം 500 ഗ്രാം ആണ്, 454 ഗ്രാം ആണ് ഒരു റാത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ റാത്തൽ എന്നുള്ളത് സാധനങ്ങൾ തൂക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു അളവാണ്. ഗോതമ്പ് പൊടി എന്നാണ് പറയുന്നത് അല്ലേ? പ്രാദേശിക പ്രയോഗമാണ്. ഇസ്ലാമിക ചുവയുള്ള സംഭാഷണങ്ങളും വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെയാണ് കഥയിലുള്ളത്. 30 കോഴിമുട്ട ആവശ്യമുണ്ട്. അതുപോലെ 1/2 റാത്തൽ വെള്ള കിസ്മിസ് എന്താണെന്ന് അറിയാലോ? ഉണക്കമുന്തിരിയാണ്. പിന്നെ 1/2 റാത്തൽ കസ്കസ് എന്ന് പറഞ്ഞാൽ കറുത്ത നിറത്തിൽ എള്ള് പോലെയോ അല്ലെങ്കിൽ കടുക് പോലെയോ ഒക്കെ കാണപ്പെടുന്ന ഒരു വസ്തുവാണ് ഈ കസ്കസ്. കറുപ്പ് ചെടിയുടെ വിത്തുകളാണവ. പിന്നെ ബദാം, അതുപോലെ പശുവിൻ നെയ്യ്, പഞ്ചസാര, 5 ഉറുപ്പിക തൂക്കം ചെറിയ കുറച്ച് മാത്രം ഏലത്തിരി, നമ്മൾ ഏലക്കായ ഇല്ലേ അത്, പിന്നെ 1/4 കുപ്പി പനിനീർ, ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി വേണ്ടത് 1/4 സേർ പാലാണ്. സേറ് പഴയ കാലത്തെ മറ്റൊരു അളവാണത്. സേറ്, നാഴി എന്നൊക്കെ പറയും. അപ്പോൾ 1/4 സേറ് പാല് ആവശ്യമുണ്ട്. നേരത്തെ വാങ്ങി വെച്ചാൽ തെരത്തു പോകും എന്നാൽ പിരിഞ്ഞു പോകും, പാല് പിരിഞ്ഞു പോകും എന്ന് പറയാറില്ലേ? കേടായി പോകുന്നതിനാണ് പറയുന്നത്. പക്കിർച്ചി താത്ത പയ്യും പാല് കൊണ്ടാന്നോ? ബിച്ചായി ഷെയ് താത്ത ചോദിച്ചു. അപ്പോൾ പാലിന് വേറെ ആരെയോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആരെയാണ് ഏൽപ്പിച്ചത്? പക്കീർച്ചി താത്ത അല്ലേ? അവരെയാണ് പാല് കൊണ്ടുവരാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പാല് കൊണ്ടുവന്നോ എന്ന് ചോദിക്കുകയാണ് ബിച്ചായി ഷെയ് താത്ത. ഇതിലെ ഒരു കഥാപാത്രമാണ്. മൂപ്പത്തി എപ്പം കൊണ്ടാന്നക്കണ്? ഞാൻ ഉറിമൽ മൂടി വെച്ചിക്കണ്, കൽമേയി പറഞ്ഞു. മൂപ്പത്തി അല്ലേ? അവർ. എപ്പം എന്ന് എപ്പോഴേ കൊണ്ടുവന്നു എന്നാണ്. എപ്പം കൊണ്ടുവന്നിക്കണ്, എപ്പോഴേ കൊണ്ടുവന്നിരിക്കുന്നു. ഞാനത് ഉറി എന്നൊക്കെ പറഞ്ഞാൽ
പഴയകാലത്ത് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ കയറ് കൊണ്ടുണ്ടാക്കുന്ന ഒരു തട്ട് പോലെയാണ്. പണ്ട് കൃഷ്ണനൊക്കെ വെണ്ണ മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, വെണ്ണ കട്ടെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് യശോദാമ്മ എന്താണ് വെണ്ണക്കുടം ഉറിയിൽ തൂക്കി വെക്കാറുണ്ട്. കയറ് കൊണ്ടൊക്കെ കെട്ടിയുണ്ടാക്കുന്ന ഒരു ഉപകരണമാണ് ഉറി. സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ, പ്രത്യേകിച്ച് ഉറുമ്പൊക്കെ വരുന്ന പഞ്ചസാര ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ആ ഉറിയിലാണ് ഭരണിയും മൺകലവും ഒക്കെ തൂക്കിയിടുക സാധനങ്ങൾ വെച്ചിട്ട്. അപ്പോൾ പാല് അങ്ങനെ ഉറിമേൽ വച്ചിരിക്കുകയാണ്. കൽമേയി പാലും അടുത്തു തന്നെ കൊണ്ടുവന്ന് വെച്ചു. ബിച്ചായി ഷേയി താത്ത ഗോതമ്പ് പൊടിയെടുത്ത് വെള്ളം ചേർത്ത് കുഴച്ച് മാവാക്കി വെച്ചു. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ആദ്യത്തെ ചടങ്ങ് എന്നുള്ളത് അതാണ്. ഗോതമ്പ് പൊടി കുഴച്ച് മാവിൻ്റെ രൂപത്തിലാക്കുക. അതിനിടയ്ക്ക് കൽമേയി വെള്ളം നിറച്ച ഒരു പിഞ്ഞാണത്തിൽ ബദം എടുത്തിട്ടു. പൊതിരട്ടെ അല്ലേ, അത് കുതിർക്കാനിട്ടു. ബദം കുതിർക്കാൻ വേണ്ടി ഇട്ടു. നല്ല ഉറപ്പുള്ളതല്ലേ ഇത്. അപ്പോൾ അത് പെട്ടെന്ന് നുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, തൊലിയൊക്കെ പെട്ടെന്ന് കളഞ്ഞു കിട്ടാനായിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചു. പാത്തുമേയി താത്ത 30 കോഴിമുട്ടയും ഉടച്ച് സാനിൽ പാർന്നു. പിന്നെ വേറൊരാളാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരാൾ. മുട്ടയാണ്, 30 കോഴിമുട്ട വേണമല്ലോ. അത് ഉടച്ചൊരു സാനിൽ, ഒരു പരന്ന പാത്രമാണ് സാനിൽ പാർന്നു എന്ന് പറഞ്ഞാൽ ഒഴിച്ചു. പഞ്ചാര പൊതി അഴിച്ച് കുറച്ച് പഞ്ചാര ഉടച്ച മുട്ടയിലിട്ടു. ഏലത്തിരിയും എടുത്തിട്ടു, ഏലക്കായും ഇട്ടു, അതുപോലെ പഞ്ചസാരയും എല്ലാം കൂടി എന്നിട്ട് മിക്സ് ചെയ്യുകയാണ്. അതാ പനിനീരിൻ്റെ കുപ്പി ഇങ്ങോട്ട് എടുക്കുമോളെ. കൽമേയി പനിനീരിൻ്റെ കുപ്പി നീക്കി വെച്ചപ്പോൾ കുറച്ച് പനിനീരും ആ മുട്ടയിൽ ചേർത്തു. ആസ തിരിക്കുന്ന മാതിരി വലതുകൈ ചലിപ്പിച്ച് മുട്ട ഉടച്ചത് അടിക്കാൻ തുടങ്ങി. പിന്നെ അതെല്ലാം കൂടി ഒന്നിച്ച്, നമ്മൾ പഴയ കാലത്ത് തൈരൊക്കെ കടയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കടകോലാണ് ആസ. അപ്പോൾ അത് ഉപയോഗിച്ച് തിരിക്കുന്നത് പോലെ ഇത് എല്ലാം കൂടി മിക്സ് ചെയ്യാൻ തുടങ്ങി. മുട്ടയും പഞ്ചസാരയും ഏലക്കായും അതുപോലെ പനിനീരൊക്കെ ചേർത്തിട്ട്. മോളെ, അതാ മാവ് കുഴച്ചത്. എല്ലാവരും കൂടി 20 തോല് പരത്തിക്കോളി. അപ്പോൾ 20 പത്തിരിയാണ് ആവശ്യമുള്ളത്. അപ്പോൾ 20 എണ്ണം പരത്തിക്കോളൂ എന്ന് പറഞ്ഞു. മാവ് കുഴച്ചതും കൽമേയി ഇരുന്നു, അനുജത്തി ബീരാമ്പി ഇരുന്നു, കൽമേയിയുടെ മൂത്ത മോൾ കച്ചിയയും ഇരുന്നു. അപ്പോൾ ഇത് പരത്താൻ വേണ്ടിയിട്ട് 20 എണ്ണം വേണമല്ലോ. അപ്പോൾ 20 പത്തിരി പരത്താൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ അതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കൽമേയി, ബീരാമ്പി, കൽമേയിയുടെ മൂത്ത മോൾ. ചെറിയ മുട്ടിപ്പലകളിലാണ് ഇരുന്നത്, ചെറിയ പലയിലാണ് ഇരുന്നത്. താഴെ ഇരുന്നിട്ട് പരത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പല, അതിന് മേലെ ഇരുന്നു. എന്നിട്ട് ഓരോരുത്തരും മുമ്പിൽ പത്തിരി പരത്തുന്ന വലിയ വട്ടപ്പലകൾ വലിച്ചിട്ടു. ഓരോരുത്തരുടെ മുന്നിൽ പത്തിരി പരത്താനുള്ള പലകയും, നമ്മൾ ചപ്പാത്തി പരത്താനൊക്കെ ഉപയോഗിക്കുന്ന അതേ സാധനം തന്നെ. പിന്നെ കുറച്ചു പൊടിയെടുത്ത് ആദ്യം പലകമേൽ വിതറി. കുഴച്ച മാവെടുത്ത് 3 പേരും കൂടി 20 ഉരുളകളാക്കി ഉരുട്ടി. ഓരോന്നും വലിയ ആപ്പിളിൻ്റെ വലിപ്പമുണ്ട്. അപ്പം കുഴച്ച് വെച്ച മാവ് ആദ്യം ഉരുളകളാക്കി പരത്താനുള്ള പലകമേൽ കുറച്ച് പൊടി വിതറിയിട്ടു. പത്തിരി കുഴലുകൾ തുടച്ച് ഉരുളകളിൽ അമർത്തി റോളർ ഉരുട്ടും പോലെ ഉരുട്ടിക്കൊണ്ട് പരത്താൻ തുടങ്ങി. പിന്നീട് അത് പരത്തുന്ന ജോലിയാണ്. പത്തിരി പരത്താൻ തുടങ്ങി. അമർത്തി ഉരുട്ടും തോറും മാവ് ആനച്ചെവിയുടെ രൂപത്തിൽ പലകമേൽ പരക്കുന്നു. ഉരുണ്ട ആ ഗോതമ്പ് മാവ് പിന്നെ പരത്തുന്ന സമയത്ത് പരന്ന് വന്നു. ആനച്ചെവി പോലെ പരന്ന് വരാൻ തുടങ്ങി. ഇത് കൊയലിന്മേൽ ഒട്ടിപ്പിടിക്കണം, കുറച്ച് പൊടി വേണം. അപ്പോൾ ചപ്പാത്തി പത്തിരിക്ക് പരത്തുമ്പോൾ അത് കുഴലിന് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, കുറച്ചുകൂടി പൊടി ഇട്ടാൽ ആ ഒട്ടിപ്പിടിക്കുന്നത് ഇല്ലാണ്ടാവും. അപ്പോൾ കുറച്ച് പൊടി വേണമെന്ന് പറയാണ്. ബാക്കിയുള്ള പൊടിയുടെ പൊതി കൽമേയി നീക്കിക്കൊടുത്തു. ബീരാമ്പി പൊടിപ്പൊതിയെടുത്ത് പലകമേലും കുഴലിന്മേലും ഒന്ന് പൂശി. എന്നിട്ടൊന്ന് പരത്തി നോക്കി. ഇപ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല. കച്ചേയും അതുതന്നെ ചെയ്തു. ബിച്ചായി ഷെയ് താത്ത പറഞ്ഞു, 3 ആൾ പരത്താനിരുന്നാൽ ശരിയാവൂല. ഒരാൾ അത് ഓട്ടിലിട്ട് ബാട്ടിയെടുക്കാനിരിക്കട്ടെ. 3 ആൾ പരത്തണ്ട, 2 പേര് പരത്തിക്കോളൂ. ഒരാൾ ആവുന്നതിനനുസരിച്ചത് ഓട്ടിലിട്ട് ബാട്ടിയെടുക്കാതെ വേവിക്കണം. ഓട് എന്നുള്ളത് പത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ്.
ആനച്ചെവി വലിപ്പത്തിൽ നേർമയിൽ പരത്തിയ ആദ്യത്തെ തോല് ഉമ്മയെ കാണിച്ചുകൊണ്ട് കൽമയെ ചോദിച്ചു. വലിപ്പം ഇത് മതിയോ? എത്ര വട്ടത്തിലായാൽ മതിയോ പത്തിരി? ബിച്ചായി ഷേയി താത്ത നോക്കിയിട്ട് പറഞ്ഞു. ചെനമ്പം കൂടി വലിപ്പം ഇരുന്നോട്ടെ. ചെനമ്പം അല്പം കൂടി, കുറച്ചുകൂടി വലുതായിക്കോട്ടെ. വലിയ ചട്ടിപ്പത്തിരി അല്ലേ? പലക നിറയിൽ തന്നെ പലകയ്ക്ക് കണക്കായിട്ട് അങ്ങ് പരത്തിക്കോളൂ. വലിയ പത്തിരിയാണല്ലോ, ചട്ടിപ്പത്തിരിയാണല്ലോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വലിപ്പം കുറച്ചുകൂടി വേണം എന്ന് പറഞ്ഞു. അല്ല, ആ ചെമ്പ് ഇങ്ങോട്ട് നീക്ക്. കൽമേയി വട്ടച്ചെമ്പ് നീക്കിക്കൊടുത്തു. വേഗം ചെമ്പെടുത്ത് കഴുകി അടുപ്പത്ത് വെച്ചിട്ട് ബിച്ചായി ഷേയി താത്ത വെള്ള കസ്കസ് കഴുകി ഊറ്റി ചെമ്പിലിട്ടു. എന്നിട്ട് പറഞ്ഞു, നെയ്യ് ഇങ്ങോട്ടെടുക്ക്. കസ്കസ് പൊരിയനുണ്ട്. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് വാങ്ങിവെച്ചു. അപ്പോൾ ഇത് പരത്തുന്നതിന് ഇടയിൽ ബിച്ചായി ഷേയി താത്ത അതിൻ്റെ വേവിക്കൽ ചടങ്ങ് നടത്തുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചെമ്പിൽ നെയ്യ് ഒഴിച്ച് അതിൽ കസ്കസ് വറുത്തെടുത്തു. പിന്നീട് കിസ്മിസ് എടുത്ത് നെയ്യിൽ പൊരിച്ച് കോരിയെടുത്തു. കരിഞ്ഞു പോയോ? ബേജാറോടെ മൂപ്പത്തി ചോദിച്ചു. ബീരാമ്പി എണീറ്റ് കയ്യിൽ കണ കൊണ്ട് പൊരിഞ്ഞ കിസ്മിസിൽ കുത്തി നോക്കി. കയ്യിലിൻ്റെ കൈ പിടിക്കുന്ന ഭാഗം, അതാണ് കയ്യിൽ കണ. അത് ഉപയോഗിച്ചിട്ട് കുത്തി നോക്കി. കരിഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല, കണക്കാണ്, പാകമായിട്ടാണുള്ളത്, കരിഞ്ഞിട്ടൊന്നുമില്ല. സമാധാനം. ബിച്ചായി ഷേയി താത്ത പിഞ്ഞാണത്തിൽ നിന്ന് പൊതിരാനിട്ട ബദമെടുത്ത് തോലുരിച്ച് ചെറിയ ചെറിയ കഷണങ്ങളാക്കി നുറുക്കാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ചു, പാലും പഞ്ചാരയും കലക്കി വെച്ചോ? പിന്നീട് ബദാം എടുത്ത് നുറുക്കാനും തുടങ്ങി. അപ്പം അതിനിടയിൽ അടുത്ത ചോദ്യം വന്നു, പാലും പഞ്ചാരയും കലക്കി വെച്ചോ? കൽമേയി വിരൽ കടിച്ചു. ഞാനത് മരിച്ച പോലെ മറന്നുപോയി. നമ്മൾ സാധാരണ പറയുന്ന പ്രയോഗമാണല്ലേ, മരിച്ചതുപോലെ മറന്നുപോയി. ആ കാര്യം പൂർണ്ണമായും മറന്നുപോയി എന്ന അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്, ഈ ഒരു പ്രയോഗം. നല്ല മറതിയാ. എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാലോ? മറവി അല്ലേ? നല്ല മറവി തന്നെ. ഇതെല്ലാത്തിനും പിന്നാലെ ഞാൻ തന്നെ വേണമെന്ന് വെച്ചാൽ നടക്കുമോ? നിങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കണ്ടേ? എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ചുടാൻ ഉമ്മ ഉണ്ടാവോ? ബിച്ചായി ഷേയി താത്ത പശുവിൻ പാലെടുത്ത് പഞ്ചസാരയിട്ട് നന്നായി ഇളക്കി വേറൊരു വലിയ സാനിലൊഴിച്ചു. അപ്പോൾ പഞ്ചസാരയും പാലും കൂടി മിക്സ് ചെയ്ത് വേറൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചു. ബാട്ടിയ തോലയ്ക്ക് ഇതിലിട്. ആ പാലിൽ, പഞ്ചസാര കലക്കിയ പാലിലിടാൻ പറയുകയാണ്. ബാട്ടിയ തോല്, അതായത് ബാട്ടിയ പത്തിരി, ഇവർ പരത്തിയെടുത്ത സാധനം ഉണ്ടല്ലോ, അത് ആ പാലിലിടാൻ പറയുകയാണ്. പദം വരട്ടെ, മയം കുറച്ച് സോഫ്റ്റ് ആവട്ടെ. അല്ല, രണ്ടാളും കൂടി ഇതുവരെ 2 തോല പരത്തിയത്? ഇക്കണക്കിന് ഇതാവാൻ മോന്തിയാവുമല്ലോ. 2 മാത്രമേ രണ്ടാളും കൂടി പരത്തിയുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ സന്ധ്യ ആവുമല്ലോ, മൂവന്തി അല്ലേ? മോന്തിയോനെ മൂവന്തിയാണ്, ത്രിസന്ധ്യ എന്നൊക്കെ പറയുന്നില്ലേ? വൈകുന്നേരം ആവുമല്ലോ. ഇല്ലുമ്മ, ഇപ്പോൾ പരത്തിത്തരാം. അവർ പണിക്ക് വേഗം കൂട്ടി. അടുപ്പ് പോണ്, ചെമ്പെടുത്ത് അടുപ്പത്ത് വെക്കി. അപ്പോൾ ചെമ്പ് അടുപ്പത്ത് വയ്ക്കാനാണ് ആവശ്യപ്പെടുന്നത്. അടുപ്പ് പോണെന്ന് വെച്ചാൽ എന്താണ്? അടുപ്പ് തീ വെറുതെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെറുതെ തീ കത്തണ്ടല്ലോ, അപ്പോൾ ചെമ്പെടുത്ത് വയ്ക്കൂ എന്ന് പറയാണ് ഉമ്മുമ്മ. നെയ്യിൽ പൊരിച്ചെടുത്ത വെള്ളക്കസ്കസും കിസ്മിസും ബദം നുറുക്കിയ കഷണങ്ങളും കൂട്ടിക്കുഴച്ച് പണ്ടമാക്കി ഒരു വലിയ കാസയിൽ മാറ്റിവെച്ചു. എന്താണ് പണ്ടം എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇലയടയിലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തേങ്ങയും വെല്ലമൊക്കെ ചേർത്ത് അതിനും പണ്ടം എന്ന് പറയാറുണ്ട്. അപ്പോൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നല്ലോ, മുട്ടയൊക്കെ ഉടച്ചിട്ട് ഏലത്തിരിയും പനിനീരും പഞ്ചസാരയൊക്കെ ഒഴിച്ചുണ്ടാക്കിയത്, അതിൽ ബദാമും ഒക്കെ ചേർത്തിട്ട് അത് മാറ്റിവെച്ചു. അതിനാണ് പണ്ടമെന്ന് പറയാം. അതിൻ്റെ കൂടെ ഉപയോഗിക്കാനുള്ളതാണ്. മറ്റൊരു കാസയിൽ മാറ്റിവെച്ചു. വല്യമ്മ കോളായോ? അതാണ് ചോദ്യം വന്നു. അപ്പോഴേക്കും കുട്ടികളിൽ ഒരുവൻ്റെ വല്യമ്മ കോളായോ എന്ന് വെച്ചാൽ പലഹാരമായോ എന്നാണ് ചോദിക്കുന്നത്. കൽമേയുടെ മകൻ അബു അടുക്കളയിൽ കടന്നിട്ട് ചോദിച്ചു, എത്തിയോ? ആളെ തലപ്പിരാന്തടുപ്പിക്കാണ്ട് അപ്പുറം പോയി ഇരുന്നാട്ടെ. അതാണ്, അപ്പോഴേക്കും എത്തിയോ? മണം പിടിച്ചിട്ട് ഇങ്ങനെ പറയാറില്ലേ അല്ലേ? എത്തിയോ? അപ്പുറത്ത് പോയി ഇരുന്നാട്ടെ, മനുഷ്യരെ വെറുതെ സമ്മർദ്ദത്തിലാക്കരുത്.
ഇത് നിങ്ങൾക്കൊന്നും തിന്നാനല്ല, ഒരുത്തിയിൽ കൊടുക്കാനാ. ഒരുത്തിയിൽ, ഒരിടത്ത് അല്ലേ, ഒരിടത്ത് കൊടുക്കാനുള്ളതാണ്, നിങ്ങൾക്ക് തരാനുള്ളതല്ല, നിങ്ങൾക്ക് കഴിക്കാനുള്ളതല്ല എന്ന്. അപ്പം ഞമ്മക്കില്ല അല്ലേ? വളരെ നിരാശയായി കുട്ടിക്ക്. അപ്പം ഞമ്മക്കില്ല അല്ലേ? ബിച്ചായി ഷെയ് താത്തയ്ക്ക് ഈറയാണ് പിടിച്ചത്. ഇതൊക്കെ കാണുമ്പോൾ ഉമ്മുമ്മായിക്ക് ദേഷ്യം വന്നു. ഈറ, ദേഷ്യം, കോപം വന്നു. എന്താ, ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ? അല്ല പിന്നെ, ദേഷ്യത്തോടെ പറയുകയാണ്. ഗ്രാമഫോണിൽ വന്ന ഒരു പാട്ടും മൂളിക്കൊണ്ട് ഒരു കഷണം ബദവും കടിച്ച് അബു പോയി. കൽമയെ കുറച്ച് നെയ്യിട്ട് വട്ടച്ചെമ്പെടുത്ത് അടുപ്പത്ത് വെച്ചു. നെയ്യുരുകിയപ്പോൾ കുറച്ചു നെയ്യ് ചെമ്പിൻ മൂട്ടിൽ ബാക്കിയാക്കി. ചെമ്പിൻ്റെ അടിയിൽ കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. മുഴുവൻ കോരിയെടുത്ത് ഒരു തകര പാട്ടയിലേക്ക് പകർന്നു. ചെമ്പ് താഴെ ഇറക്കി വെച്ചു. 20 തോലും പരത്തി കഴിയുമ്പോഴേക്ക് മണിക്കൂർ 3-4 കഴിഞ്ഞിരുന്നു. വേറെയും ചില കുട്ടികൾ അടുക്കളയിലേക്ക് വന്നു. കാസയിൽ പണ്ടം കുഴച്ചു വെച്ചതിൽ നിന്ന് ഒരു കഷണം ബദമെടുത്ത് ഉസ്മാൻ വായിലിട്ടു. ബിച്ചായി ഷെയ് താത്ത അവനെ ഒരു നോട്ടം നോക്കി. ആ ഒരു നോട്ടം നോക്കിയപ്പോൾ തന്നെ അവൻ കിട്ടിയ ബദാമും എടുത്ത് സ്ഥലം വിട്ടു. നിങ്ങളെല്ലാവരും കൂടി പണിയെടുക്കാമെന്ന് വെച്ചാൽ ഇപ്പണി തീരൂല. ഒരു കണ്ടം ബദമെടുത്തില്ലേ, ഇനി അപ്പുറം പോയി കളിച്ചോളി. വേറൊരുത്തൻ ചോദിച്ചു, ഒരു കണ്ടം കിസ്മിസ് തരുമോ? കണ്ടം എന്ന് പറഞ്ഞാൽ കഷ്ണമാണ്. മാവ് പരത്തി തോലാക്കിയവരും പരത്തിയ തോല് ഓട്ടിലിട്ട് വാട്ടിയവളും എണീറ്റ് പത്തിരി പലകകൾ മാറ്റിവെച്ചപ്പോൾ ബിച്ചായി ഷെയ് താത്ത ചോദിച്ചു, 20 തോല് തികച്ചും ഇല്ലേ? 20 തോല് ആയിട്ടില്ലേ? 20 എണ്ണം ആക്കിയിട്ടില്ലേ? തികച്ചും ഇല്ലേ? അവർ ഒരിക്കൽ കൂടി എണ്ണി നോക്കി. ഇനി കയ്യാക്കത്തിന് ഒരാൾ ഇവിടെ നിന്നാൽ മതി. കയ്യാക്കം, സഹായം. ഒരാൾ ഇവിടെ നിന്നാൽ മതി, ബാക്കിയുള്ളവർ പോയിക്കോളൂ, മറ്റു ജോലികൾ ചെയ്തോളൂ. ഇനി ഒരാളുടെ സഹായം മാത്രമേ തനിക്ക് വേണ്ടൂ എന്ന് പറഞ്ഞു. കൽമയി നിന്നു. മറ്റു 2 പേർ അടുക്കളയിൽ നിന്ന് പോയി. ബിച്ചായി ഷെയ് താത്ത പാലിൽ പദം വരാനിട്ട വാട്ടിയ 2 തോലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി നെയ്യുള്ള ചെമ്പിലിട്ടു. പണ്ടം ഇങ്ങോട്ടെടുക്ക്. ആദ്യം 2 പത്തിരി പരത്തി വെച്ച് പദം വരുത്തിയ വാട്ടിയതിന് ശേഷം പാലിലിട്ട് പദം വരുത്തിയ 2 പത്തിരി എടുത്തിട്ട് നെയ്യിൽ ഉള്ള ചെമ്പിലേക്ക് മാറ്റിയിട്ടു. എന്നിട്ട് പണ്ടം അതിൻ്റെ മേലെ വിതറാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. പണ്ടം ഇങ്ങോട്ടെടുക്ക്. കസ്കസും കിസ്മിസും ചേർത്ത് കുഴച്ച പണ്ടം കൽമയി എടുത്തു നീട്ടി. അട്ടിയായി വെച്ച 2 തോലിൻ്റെ മീതെ മൂപ്പത്തി കുറച്ച് പണ്ടം വിതറി. എന്നിട്ട് പഞ്ചസാരയും ഏലത്തിരിയും പനിനീരും ചേർത്ത് കലക്കി അടിച്ചു വെച്ച കോഴിമുട്ട കൊഴുപ്പിൽ നിന്ന് കുറച്ചെടുത്ത് പണ്ടത്തിൻ്റെ മേൽ പാർന്നു. ചാഞ്ഞും ചെരിഞ്ഞും നോക്കി. മുട്ട കലക്കിയത് തോലിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയോ? അപ്പോൾ അതൊക്കെ ഒഴിച്ച് എല്ലാ ഭാഗത്തും കൃത്യമായി എത്തിയിട്ടുണ്ടല്ലോ. ഒഴിച്ചത് ചില ഭാഗത്ത് മാത്രം അധികം, ചില ഭാഗത്ത് കുറവ്, അങ്ങനെയൊന്നും ആവാൻ പാടില്ലല്ലോ. കൃത്യമായിട്ട് എല്ലാ ഭാഗത്തും പണ്ടങ്ങളും അതുപോലെ കുഴച്ചെടുത്ത മുട്ടയുമൊക്കെ ഒരുപോലെ ചേർന്നിട്ടില്ലേ എന്നൊക്കെ താണും ചെരിഞ്ഞു നോക്കുകയാണ്. അതിനു മീതെ പിന്നെ ഒറ്റ തോലാണ് എടുത്തു വെച്ചത്. അതിനു മേലെ വീണ്ടും ഒരു തോലെടുത്ത് വെച്ചു. അതിനു മീതെയും പണ്ടമിട്ടു. മുട്ട കലക്കിയതും പാർന്നു. പിന്നീട്, പടച്ചോനെ, ഇത് നന്നാകണേ, ആളുകളെ കൊണ്ട് പറയിക്കരുതേ, വേറൊരിടത്ത് കൊടുക്കാനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരൊക്കെ നല്ല പലഹാരമാണെന്ന് പറയണ്ടേ, ചീത്തയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നന്നാവണേ എന്ന്. ആയോ? ഏതോ കുട്ടി അടുക്കള വാതിക്കൽ നിന്ന് ചോദിച്ചു. ബിച്ചായി ഷായി താത്ത അത് കേട്ടില്ല. അതെന്നല്ല, ലോകത്തിലെ മറ്റൊരൊച്ചയും കേട്ടില്ല. കണ്ണും കൽബും ആത്മാവും ഒക്കെ ചെമ്പിനകത്ത് രൂപം പ്രാപിച്ചു വരുന്ന ചട്ടിപ്പത്തിരിയുടെ സൃഷ്ടികർമ്മത്തിൽ തറച്ചു നിൽക്കുന്നു. പിന്നീട് അവരുടെ ശ്രദ്ധ മുഴുവൻ തൻ്റെ ജോലിയിലാണ്. മറ്റൊരു ശബ്ദവും അവർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ലോകത്തെ മറ്റൊരു ശബ്ദവും കേൾക്കാത്ത വിധത്തിൽ പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ ചെമ്പിനകത്ത് രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ചട്ടിപ്പത്തിരിയിലേക്ക് കേന്ദ്രീകരിച്ച് നിർത്തുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ കുട്ടി ചോദിക്കുന്ന ചോദ്യമൊന്നും ഉമ്മുമ്മ കേട്ടില്ല. കണ്ണോ മനസ്സോ ഒന്ന് തെറ്റിയാൽ അളവ് മാറിപ്പോവില്ലേ? അപ്പം ചീത്തയായി പോവില്ലേ?
ഇത്രയും പണിയെടുത്തുണ്ടാക്കിയ പലഹാരത്തിൻ്റെ രുചി നഷ്ടപ്പെടില്ലേ? അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധ മുഴുവൻ എവിടെയാണ്? കണ്ണും മനസ്സും ഒക്കെ ഒരുപോലെ താൻ ഉണ്ടാക്കുന്ന പലഹാരത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. കുപ്പായം വിയർപ്പിലൊട്ടി. നെറ്റിയുടെ രണ്ടറ്റങ്ങളിലും പളുങ്കിൻ്റെ മണി പോലെ വിയർപ്പിൻ്റെ തുള്ളികൾ ഉരുണ്ടുകൂടി നിന്നു. മനസ്സ് വട്ടച്ചെമ്പിനകത്തു മാത്രം വട്ടമിട്ട് പറക്കുന്നു. അപ്പോൾ അവരുടെ പൂർണ്ണ ശ്രദ്ധയും താൻ നിർമ്മിക്കുന്ന മനോഹരമായ പലഹാര സൃഷ്ടിയിലാണ്. മറ്റൊന്നിലും ശ്രദ്ധ പോവാൻ അവർ സമ്മതിച്ചില്ല. നന്നായാൽ മതി റബ്ബേ. ഇപ്പോൾ ദൈവത്തോട് പറയാണ്, നന്നായാൽ മതിയായിരുന്നു. ബിച്ചായി ഷെയ്ത്താത്ത ആദ്യം ചെയ്തതു തന്നെ ആവർത്തിക്കുന്നു. 4ാമത്തെ തോല് വച്ചു. എല്ലാം ക്രമമനുസരിച്ച് നടക്കുന്നു. അപ്പോൾ തോലും പണ്ടങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ അട്ടിയായി വെക്കുകയാണ്. അപ്പോൾ പലഹാര നിർമ്മാണത്തെ ഒരു കലയാക്കി മാറ്റുകയാണ് അവർ. 19ാമത്തെ തോലാണ്. 20 തികയുന്നു. അപ്പോൾ ഓരോന്നും കൃത്യമായി വെച്ച് പണ്ടങ്ങളും ചേർക്കുകയാണ്. നിവർന്നു നിന്ന് നോക്കി. ബാക്കിയുള്ള പണ്ടം മുഴുവൻ 20ാമത്തെ തോലിൻ്റെ മുകളിൽ വിതറി. ചാഞ്ഞും ചെരിഞ്ഞും നോക്കി. എല്ലാം സമമായി പതിഞ്ഞിരിക്കുന്നു. മുട്ട കലക്കിയ സാൻ കയ്യിലെടുത്തു. അത് മുഴുവൻ വടിച്ച് അവസാനത്തെ തോലിന് മീതെ നടുവിൽ പാർന്നു. എല്ലാ ഭാഗത്തേക്കും ഒലിച്ച് സമമാകുന്നു. അപ്പോൾ അവസാനത്തേതും വെച്ചു. ബാക്കിയുള്ള പണ്ടങ്ങളും മുട്ട മിക്സ് ചെയ്തതുമൊക്കെ അതിൻ്റെ മേലെ കൃത്യമായി ഒഴിച്ചു. 31 നിവർന്ന് കൈ കുടഞ്ഞു. ഊർന്നു വീണ തട്ടം നേരെയാക്കി. എന്നിട്ട് ബിസ്മില്ലാ വിറയ്ക്കുന്ന കൈകളോടെ ചെമ്പ് അടുപ്പത്ത് കയറ്റുന്നു. മൂടിയെടുത്ത് ചെമ്പിന് മുകളിൽ വെച്ചു. അടുപ്പിലെ ചകിരിത്തീയിൽ നിന്ന് കുറച്ചെടുത്ത് ചെമ്പിന് മുകളിലിട്ടു. പുതിയ ചകിരിയും ഇട്ടു. അടുപ്പിലെ തീയൊന്ന് ഉള്ളോട്ട് തള്ളി മാറി നിന്ന് അടിയിലും മുകളിലും തീ ശരിയായ നിലയിലാണോ എന്ന് നോക്കി. അപ്പോൾ പത്തിരിയുടെ നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടമാണ്. എല്ലാം കൃത്യമായി വെച്ചു. പിന്നീട് ചെമ്പെടുത്ത് അടുപ്പത്ത് വെച്ചു. തീയൊക്കെ കത്തിക്കുകയാണ്. മൂടി വെച്ചതിന് ശേഷം കുറച്ച് ചകിരി എടുത്ത് മുകളിൽ വെച്ചു. പിന്നെ താഴെയും കൃത്യമായിട്ട് കത്തുന്നുണ്ടല്ലോ എന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ അവരുടെ ഭാഗം പൂർത്തിയായി. ബറാബർ എല്ലാം കൃത്യമായി നടന്നിരിക്കുന്നു. കൃത്യം എല്ലാം ശരിയായി പൂർത്തിയായിരിക്കുന്നു. അത്ര വരെയുള്ള കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തിരിക്കുന്നു. റബ്ബേ, ഇത് നന്നാകണേ. വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നെറ്റിയിൽ ഉരുണ്ടുകൂടിയ വിയർപ്പ് തുള്ളികൾ ചൂണ്ടുവിരൽ മടക്കി തുടച്ച് അവർ പ്രാർത്ഥനാഭാവത്തിൽ നിന്നു. എല്ലാം ദൈവത്തിന് സമർപ്പിക്കുകയാണ്. മറ്റുള്ളവരെ കൊണ്ട് നല്ലത് മാത്രം പറയിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് ആത്മവിശ്വാസത്തോടെ പറയുകയാണ്, നന്നാവും അല്ലേ, അത്രയും കൃത്യമായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മോശമാവുക? അപ്പോൾ തീർച്ചയായും നന്നാവുക തന്നെ ചെയ്യും എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ഉമ്മുമ്മ. മോളെ, ഒരു ബായിക്ക് ബെത്തിലടക്ക. ഇനി അടുത്തത് വിശ്രമിക്കാനുള്ള സമയമാണല്ലേ. ഒരു ബായിക്ക് ബെത്തിലടക്ക തരൂ അല്ലെ, ഒരിക്കൽ ചവക്കാൻ വേണ്ടിയിട്ട് മുറുക്കാൻ ഇങ്ങ് തന്നേക്കൂ. ബെത്തിലടക്ക വെറ്റിലയും അടയ്ക്കയും ചേർന്ന് മുറുക്കാനുള്ള പരിപാടിയാണ്. ഇനിയൊന്ന് മുറുക്കണം. പലഹാരങ്ങളുടെ താജ് പണിത ആ കൈകൾക്ക് ആശ്വാസം തോന്നി. മനസ്സിൽ നിറഞ്ഞ നിർവൃതി. എല്ലാം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ ഭാഗം വളരെ നന്നായി പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വിശ്രമിക്കാം. അപ്പോൾ വളരെ താല്പര്യത്തോടെ ചെയ്യുമ്പോഴാണ് ഏത് ജോലിയും നന്നാവുന്നത് അല്ലേ. അധ്വാനത്തോടൊപ്പം താല്പര്യവും ഏകാഗ്രതയും സമർപ്പണവും ചേരുമ്പോഴാണ് ജോലി സർഗാത്മകമാവുന്നത്. ബിച്ചായി ഷെയ്ത്താത്തയിൽ ഈ എല്ലാ ഗുണങ്ങളും നമുക്ക് കാണാൻ കഴിയും. ചട്ടിപ്പത്തിരിയുടെ ഇതിഹാസം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ ഭാഗം കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ വ്യത്യസ്ത മനുഷ്യരുടെ ഇടപെടലുകളിലൂടെ ഇതിഹാസ തുല്യമായി ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന ഒരു ചിത്രം നമ്മുടെ മുന്നിൽ വരച്ചിടുകയാണ്. ഇനി ഇത് എഴുതിയയാളെ പരിചയപ്പെടാം. സുൽത്താൻ വീട്, P.A. മുഹമ്മദ് കോയ. സുൽത്താൻ വീട് എന്നുള്ള നോവലിലെ കുറച്ച് ഭാഗമാണിത്. നമ്മുടെ ചട്ടിപ്പത്തിരി എന്നുള്ള പാഠം എഴുതിയത് P.A. മുഹമ്മദ് കോയ. മലയാളത്തിലെ
ഇതാണ് മുഹമ്മദ് കോയ. മലയാളത്തിലെ പ്രശസ്ത പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്നു. 1922 ആഗസ്റ്റ് 10 കോഴിക്കോട്ടാണ് ജനിച്ചത്. ചന്ദ്രിക, ദേശാഭിമാനി, മനോരമ, മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. സുൽത്താൻ വീട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ നോവലാണ്. സുറുമയിട്ട കണ്ണുകൾ, അഭിലാഷം, ദ്വീപുകാരൻ, സ്പോർട്സ്മാൻ, ടാക്സി തുടങ്ങിയവയാണ് മറ്റു കൃതികൾ. ഹൃദ്രോഗ ബാധയെ തുടർന്ന് 1990 നവംബർ 26 അന്തരിച്ചു. ഇനി പഠന പ്രവർത്തനങ്ങൾ. വായിക്കാം പറയാം. അടുക്കളയിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുറേ ഉപകരണങ്ങളുണ്ട്. ഏതെല്ലാമാണവ? ചെമ്പ്, വട്ടച്ചെമ്പ്, സാൻ, കയിൽ, പിഞ്ഞാണം, കാസ, പലക, പത്തിരിക്കുഴൽ, ഓട് തുടങ്ങിയവ. രണ്ടാമത്തേത്, ഏറെ കുട്ടികളുള്ള പുരയാണ്. കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും. ഇങ്ങനെ പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണ്? ഇങ്ങനെ പറയാൻ കാരണമെന്ത്? ഉത്തരം, അതിർമാൻ പിയാപ്പിള ചട്ടിപ്പത്തിരിക്കായി വാങ്ങിയ സാധനങ്ങളെല്ലാം എണ്ണി നോക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള കിസ്മിസ്, ബദാം, പഞ്ചസാര പോലുള്ള വസ്തുക്കളൊക്കെ അവർ എടുത്തു കഴിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. മൂന്നാമത്തേത്, ഞാൻ മരിച്ച പോലെ മറന്നുപോയി. ഈ വാക്യം അർത്ഥമാക്കുന്നത് എന്ത്? ആ ഒരു കാര്യം പൂർണ്ണമായി മറന്നുപോയി എന്നാണ് ഈ വാക്യം അർത്ഥമാക്കുന്നത്. എന്താ, ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ? അല്ല പിന്നെ, ആരാണിങ്ങനെ പറഞ്ഞത്? എപ്പോൾ? കൽമേയിയുടെ മകൻ അബു അടുക്കളയിൽ വന്ന് വല്യമ്മ കോളായോ എന്ന് ചോദിച്ചപ്പോൾ ബിച്ചായ് ഷെയ്ഖ് താത്തയാണ് ഇങ്ങനെ പറഞ്ഞത്. ബിച്ചായ് ഷെയ്ഖ് താത്ത അത് കേട്ടില്ല. അതെന്നല്ല, ലോകത്തിലെ മറ്റൊരൊച്ചയും കേട്ടില്ല. എന്താവും കാരണം? താത്തയുടെ ശ്രദ്ധ മുഴുവൻ പാചകം ചെയ്യുന്ന ചട്ടിപ്പത്തിരിയിലായിരുന്നു. അവരുടെ ഉത്തരവാദിത്ത ബോധവും ആത്മസമർപ്പണവുമാണ് ഈ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നത്. പലഹാരങ്ങളുടെ താജ് പണിത ആ കൈകൾക്ക് ആശ്വാസം തോന്നി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? ഇവിടെ താജ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെ? ഭാരതത്തിലെ മനോഹരമായ ഒരു നിർമ്മിതിയാണ് താജ്മഹൽ. അതിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ നിരവധി പേരുടെ കഠിനാധ്വാനമുണ്ട്, ആത്മസമർപ്പണമുണ്ട്. അതുപോലെ ഒരു കൂട്ടായ്മയുടെ ഫലമായി ഉണ്ടായ രുചികരമായ പലഹാരമാണ് ചട്ടിപ്പത്തിരി. ചട്ടിപ്പത്തിരിയാണ് ഇവിടെ താജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നാടൻ പദങ്ങളും പ്രയോഗങ്ങളും. റാത്തൽ, സേർ, പൊതിരുക, തെരത്തു പോവുക, മറതി, ഇങ്ങനെ ഒട്ടേറെ നാട്ടുഭാഷാ പദങ്ങൾ ഈ പാഠഭാഗത്തുണ്ട്. പാഠഭാഗത്തെ ഇത്തരം പദങ്ങളും അവയുടെ അർത്ഥവും കണ്ടെത്തി ചാർട്ടിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. റാത്തൽ, തൂക്കത്തിൻ്റെ അളവ്. സേർ, ധാന്യങ്ങളും മറ്റും അളക്കുന്ന അളവ്. പൊതിരുക, കുതിരുക. തെരത്തു പോവുക, പിരിഞ്ഞു പോവുക. മറതി, മറവി, എപ്പം, എപ്പോൾ. കോതമ്പ്, ഗോതമ്പ്. പാർന്നു, ഒഴിച്ചു. ബാട്ടുക, വേവിക്കുക. ചെനമ്പം കൂടി, കുറച്ചുകൂടി. പദം, മയം. ബെക്കി, വയ്ക്കൂ. തലപ്പിരാന്തെടുപ്പിക്കുക, സമ്മർദ്ദം ഉണ്ടാക്കുക. ഒരുത്തിയിലെ, ഒരിടത്ത്. ഈറ, കോപം. പണ്ടം, കടഞ്ഞ കോഴിമുട്ടയിൽ വിവിധ വസ്തുക്കൾ ചേർത്ത് കുഴച്ചത്. കണ്ടം, കഷണം. തെഹച്ചും, തികച്ചും. കയ്യാക്കം, സഹായം. ബറാബർ, കിറുകൃത്യം. ബായിക്ക്, വായയ്ക്ക്. ബെത്തിലടക്ക, വെറ്റിലയും അടയ്ക്കയും. അടുത്തത് താജ് പണിയുന്ന താത്ത. പലഹാരങ്ങളുടെ താജ് പണിയുന്ന ബിച്ചായ് ഷെയ്ഖ് താത്തയെ ഈ കഥ വായിക്കാത്ത കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഒരു കത്തെഴുതൂ. ഇങ്ങനെ കത്തെഴുതാം. സ്ഥലവും തീയതിയും വേണം കത്തെഴുതുമ്പോൾ. പിന്നീട് സംബോധന. പ്രിയ കൂട്ടുകാരാ, ഞാൻ കഴിഞ്ഞ ദിവസം മനോഹരമായ ഒരു കഥ വായിച്ചു. P.A. മുഹമ്മദ് കോയയുടെ ചട്ടിപ്പത്തിരി. നീ അത് വായിച്ചിട്ടുണ്ടോ? അതിലെ ഒരു കഥാപാത്രത്തെ നിനക്ക് പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ബിച്ചായ് ഷെയ്ഖ് താത്ത. അതെനിക്ക് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകുന്നു. ഈ കഥാപാത്രത്തെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. രുചിയുടെ താജ്മഹൽ പണിയുന്ന ഒരു ഉമ്മുമ്മ. വീടിൻ്റെ നെടും തൂണാണ് അവർ. കുട്ടികളോട് ഏറെ വാത്സല്യമുണ്ടെങ്കിലും ഒരൊറ്റ നോട്ടത്താൽ
അവരെ നിലയ്ക്ക് നിർത്താനുള്ള കഴിവുണ്ടവർക്ക്. ബിച്ചായി ഷേയി താത്ത ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന രീതി എടുത്തു പറയേണ്ടതാണ്. എല്ലാത്തിനും കൃത്യമായ അടുക്കും ചിട്ടയുമുണ്ട്. വീട്ടിലെ മുതിർന്നവരെല്ലാം പാചകത്തിൽ അവരെ സഹായിക്കുന്നുണ്ട്. എങ്കിലും എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുന്നത് താത്തയാണ്. വളരെ ശ്രദ്ധയോടെയും പ്രാർത്ഥനയോടെയുമാണ് അവർ പാചകം ചെയ്യുന്നത്. പണ്ടം നിറച്ച് അട്ടിയട്ടിയായി ചട്ടിപ്പത്തിരി അടുപ്പിൽ വച്ചതിനു ശേഷം നിർവൃതിയോടെ മുറുക്കിക്കൊണ്ടിരിക്കുന്ന ബിച്ചായി ഷേയി താത്തയുടെ രൂപം ഒരു ചിത്രത്തിലെന്ന പോലെ മനസ്സിൽ നിൽക്കുന്നു. നീയും ഈ കഥ വായിച്ചു നോക്കൂ. താത്തയെ തീർച്ചയായും നിനക്കും ഇഷ്ടപ്പെടും. സ്നേഹപൂർവ്വം നിൻ്റെ സുഹൃത്ത്. അടുത്തത്, അടുക്കള ആരുടേതാണ്? എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാലോ? നിങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കണ്ടേ? എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉമ്മയുണ്ടാവോ? ബിച്ചായി ഷേയി താത്ത തൻ്റെ പെൺമക്കളോട് പറയുന്ന ഈ വാക്കുകൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ആൺമക്കൾക്കും ഇത് ബാധകമല്ലേ? അടുക്കള എന്ന കവിതയിൽ ആരു മറന്നുവെച്ചു ഈ അടുക്കള? ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം എന്ന വരികളും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ യുക്തിപൂർവ്വം അവതരിപ്പിക്കാനായി അടുക്കള ആരുടേതാണ് എന്ന വിഷയത്തിൽ ഒരു സംവാദം സംഘടിപ്പിക്കൂ. സംവാദം. ഇവിടെ ടീച്ചറിൻ്റെ സ്ഥാനത്ത് മോഡറേറ്ററായിട്ട് കുട്ടികളെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. സംവാദം. ടീച്ചർ, കുട്ടികളെ, ഇന്ന് അടുക്കള ആരുടേതാണ് എന്ന വിഷയത്തിലാണ് നാം സംവാദം നടത്തുന്നത്. എല്ലാവരും തയ്യാറാണല്ലോ? ചട്ടിപ്പത്തിരി, അടുക്കള എന്നീ പാഠങ്ങളിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണ്? അടുക്കള അമ്മയുടെയും പെൺമക്കളുടെയും മാത്രമാണോ? അതോ വീട്ടിലെ എല്ലാവർക്കും തുല്യ പങ്കാളിത്തം ഉള്ള ഇടമാണോ അടുക്കള? നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ. അമൽ. ചട്ടിപ്പത്തിരി എന്ന കഥയെ മുൻനിർത്തി പറയുകയാണെങ്കിൽ പത്തിരി ഉണ്ടാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്യുന്നതും പലഹാരം ഉണ്ടാക്കുന്നതും സ്ത്രീകളാണ്. എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുന്നത് ബിച്ചായി ഷേയി താത്ത എന്ന സ്ത്രീ കഥാപാത്രമാണ്. അവർ എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നത് അവരുടെ പെൺമക്കൾക്കാണ്. ഇതിൽ നിന്നും അടുക്കള സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. സ്മിത. TP രാജീവൻ്റെ അടുക്കള എന്ന കവിതയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പണ്ട് മുതലേ സ്ത്രീകൾക്കു തന്നെയാണ് അടുക്കളയുടെ ചുമതല നൽകിയിരുന്നത് എന്നാണ്. ടീച്ചർ, വളരെ നന്നായിട്ടുണ്ട്. രണ്ടുപേരും കൃത്യമായ നിരീക്ഷണം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അഭിനന്ദനങ്ങൾ. എങ്കിൽ പറയൂ, അടുക്കള അമ്മയ്ക്കും പെൺമക്കൾക്കും മാത്രമുള്ളതാണോ? അതോ എല്ലാവർക്കും തുല്യ പങ്കാളിത്തം അടുക്കള ജോലിയിൽ ഉണ്ടോ? അമൽ. ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളും പാചകം പഠിക്കേണ്ടതാണ്. എല്ലാ വീട്ടുജോലികളിലും ആണിനും പെണ്ണിനും തുല്യ പങ്കാളിത്തം ഉണ്ടാകണം. സ്മിത. വീട് അവിടെ താമസിക്കുന്ന എല്ലാവരുടേതുമാണ് എന്നതുപോലെ വീട്ടുജോലികളും എല്ലാവരുടേതുമാകണം. അവിടെ ആൺപെൺ വ്യത്യാസം ഉണ്ടാകരുത്. ടീച്ചർ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ സ്വാഗതാർഹമാണ്. അടുക്കള ഒരാളുടേതല്ല, എല്ലാവരുടേതുമാണ്. വീട്ടിനുള്ളിലെ എല്ലാ ഇടങ്ങളും പോലെയാണ് അടുക്കളയും പങ്കുവയ്ക്കേണ്ടത്. ഇനി പിരിച്ചെഴുതുക. പൊടിയെടുത്ത്, പൊടി പ്ലസ് എടുത്ത്. ഞാൻ തന്നെ, ഞാൻ പ്ലസ് തന്നെ. ചകിരിത്തീ, ചകിരി പ്ലസ് തീ. നീക്കിക്കൊടുത്ത്, നീക്കി പ്ലസ് കൊടുത്ത്. പര്യായപദങ്ങൾ. പശു, ഗോവ്, ധേനു, പയസ്വിനി. പാൽ, ക്ഷീരം, പയസ്, ദുഗ്ധം. വെള്ളം, ജലം, തോയം, വാരി. എതിർലിംഗ പദം എഴുതുക. അനുജത്തി, അനുജൻ. മകൻ, മകൾ. അവൻ, അവൾ. ഒരുത്തൻ, ഒരുത്തി. ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.